ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ സേന വധിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ്. ബന്ദിപ്പോര ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. അൽത്താഫ് ലല്ലി എന്ന ഭീകരനെയാണ് വധിച്ചതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്ക് റഷീദ് ചേരുകയാണ്. റഷീദ്, രാവിലെ മുതൽ തന്നെ നമുക്ക് പുറത്തു വന്നിരുന്ന വാർത്തകൾ ബന്ദിപ്പോരയിൽ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യവും ഭീകരനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇപ്പോൾ വധിക്കപ്പെട്ടിരിക്കുന്ന ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ തന്നെയാണ്. ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്? സൈന്യം തന്നെയാണോ വാർത്ത പുറത്തുവിട്ടത്? സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ മുതൽ ഈ ബന്ദിപ്പുര മേഖലകളിലൊക്കെ തന്നെയും ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ വധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായിട്ടുള്ള അൽത്താഫ് ലല്ലി എന്ന ഭീകരരെയാണ് ഇപ്പോൾ വധിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ ഈ മേഖലകളിലൊക്കെ തന്നെയും സൈന്യത്തിൻ്റെയും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭീകരൻ ആയിട്ടുള്ള അൽത്താഫ് ലല്ലിയെ വധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ മേഖലയിൽ നിരവധി ഭീകരരും അതോടൊപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയും ഉണ്ട് എന്ന സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് രാവിലെ മുതൽ ഇത്തരത്തിൽ സൈന്യത്തിൻ്റെയും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഊർജിതമായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ഇതിന് പിന്നാലെ സൈന്യവും ഭീകരരും തമ്മിൽ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഭീകരനെ വധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായിട്ടുള്ള അൽത്താഫ് ലല്ലിയാണ് വധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ നിലവിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യവും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെയും CISFൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഈ മേഖലകളിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വനമേഖലയിൽ നിന്നാണ് ഇയാളെ വെടിവെച്ചിട്ടുള്ളത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണവും അതോടൊപ്പം തിരച്ചിലുകളും ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായിട്ടുള്ള അൽത്താഫ് ലല്ലി എന്ന ഭീകരനെയാണ് വധിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ മേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. നേരത്തെ നിലവിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം സൈന്യവും CRPF വലിയ തരത്തിലുള്ള തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. അത് ഇന്നലെ രാത്രി തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ രൂക്ഷമായ വെടിവെപ്പ് നടന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി സേന നടത്തിയ ഒരു നീക്കമാണ് വനമേഖലയിലേക്ക് കടന്നു കയറി അവിടെയാണ് വെടിവെപ്പ് ഉയർത്തുന്നത്. എത്ര പേർ ഈ സമയത്ത് അവിടെ ഭീകരരുണ്ടായിരുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നിലവിൽ ഈ അൽത്താഫ് ലല്ലി മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ? നിലവിൽ ഒരാളുടെ മരണം മാത്രമാണ് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത്. അതേസമയം ഈ മേഖലയിൽ നിരവധി ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന ഒരു നിഗമനം കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നതുമായി ബന്ധപ്പെട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള തിരച്ചിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതായാലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൈന്യത്തിൻ്റെ ആദ്യ ചുവട് വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും എത്തിയത് ലഷ്കർ ഇ തൊയ്ബ കമാൻഡറെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ലഷ്കർ ഇ തൊയ്ബയുടെ കമാൻഡർമാർക്കൊക്കെ തന്നെയും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം ജമ്മു കാശ്മീർ സർക്കാരൊക്കെ തന്നെയും വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും തിരച്ചിലിലേക്കും കേന്ദ്രസേനയും അതോടൊപ്പം മറ്റു സേനാംഗങ്ങളൊക്കെ തന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ വനമേഖലയിൽ ഇപ്പോഴും ഇത്തരത്തിൽ വെടിവെപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഭീകരർ ഈ മേഖലയിൽ ഉണ്ട്. അതേസമയം ഈ പഹൽഗാമിലുണ്ടായിട്ടുള്ള വെടിവെപ്പുമായി ബന്ധപ്പെട്ട വ്യക്തിയാണോ അല്ലെങ്കിൽ ഭീകരനാണോ ഇത് എന്നുള്ളത് നമുക്ക് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇപ്പോൾ സേന പുറത്തുവിട്ടിട്ടില്ല. അല്പസമയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.